ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ്ടും ജിമ്മിലോട്ട് തന്നെയാണ്. ഇന്ന് എൻ്റെ കൂടെ ദീപനും കൂടെ ഉണ്ട്. ഇത് എൻ്റെ ഒരു കസിനാണ്. എൻ്റെ പേര് ആദിത്യരാജ് എന്നാണ്. പക്ഷെ ഉണ്ണിക്കുട്ടൻ, നമുക്ക് അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞങ്ങൾ ജിമ്മിലോട്ട് പോട്ട്. ബൈ ബൈ. നാഷണൽ കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ കയറുന്നത്. അപ്പം ഇന്ന് ജിമ്മിൽ 4ാമത്തെ ദിവസമാണ്. ഞാനൊരു പാരാലിമ്പ്യനാണ്. ആർച്ചറിയാണ് എൻ്റെ ഇവൻറ്റ്. കോമ്പൗണ്ട് കാറ്റഗറിയിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ കഴിഞ്ഞ 6th പാരാ നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഞാൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ബർത്ത് എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് സ്പൈനൽ ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്പൈനിൽ ഒരു 18 സ്ക്രൂവും 2 റോഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി എഡിബിൾ അല്ല. സോ ദിനോസസ് ആൻഡ് ഷാർക്സ് പ്ലീസ് ബി കെയർഫുൾ, അല്ലെങ്കിൽ അണ്ണാക്കിൽ സ്ക്രൂ കുത്തി കയറി ചത്തു പോകും. ജിമ്മിൽ ആർച്ചറിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് ആണ് ഇപ്പം ചെയ്യുന്നത്. മുമ്പ് ഞാൻ കാലിസ്റ്റനിക്സ് ചെറിയ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ റിസ്ക്കും ഉണ്ട്. സോ എനിക്ക് കുറേ വർക്കൗട്ടുകൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും, കുറേ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ആർച്ചറി ആണെങ്കിലും അതിനകത്ത് കുറേ ഇതുപോലത്തെ ലിമിറ്റേഷൻസും കുറേ റിസ്ക്കും ഉണ്ട്. ഈ റിസ്ക് നമുക്കൊരു പേടി ഉണ്ടാക്കുമല്ലോ. അപ്പം പേടിയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. സർജറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ലൈഫ്, ഇതുവരെയുള്ള ഈ നാഷണൽസിൽ എത്തി നിൽക്കണം ഇതുവരെയുള്ള ഒരു ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യണം. അത് റിക്കവറിയും പിന്നീടുള്ള വെയിറ്റ് ട്രെയിനിങ്ങും പിന്നെ ആർച്ചറിയിൽ വരുന്നതും ഓരോ ചലഞ്ചസും അത് ഫേസ് ചെയ്തതും അങ്ങനെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യമൊന്നും ഒത്തു വന്നില്ല. ഒക്ടോബറിൽ ചാനലിനുള്ള പ്ലാൻ തുടങ്ങിയതാണ്. പക്ഷേ കോമ്പറ്റീഷൻസൊക്കെ കാരണം ഇത് മാറ്റി വെച്ചു. കോമ്പറ്റീഷൻ കഴിഞ്ഞ് വരുമ്പം അതിൻ്റെ വിഷ്വൽസൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോഴാണ് എനിക്കിതിൻ്റെ അകത്ത് ഒരുപാട് എനിക്കിത് ഇച്ചിരി കൂടെ ചലഞ്ചിങ് ആണ്. ഇതിനകത്ത് കുറേ ലിമിറ്റേഷൻസ് എനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണത്. അതുവരെയും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഈ സോഷ്യൽ ആങ്സൈറ്റി, ഇത് പബ്ലിക്കിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവം, അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കൊരു പേടി തോന്നി. പേടി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആദ്യം തീർക്കണമെന്നാണല്ലോ. പിന്നെ ഞാനൊരു ആർച്ചർ മാത്രമല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഫോട്ടോഗ്രാഫറാണ്, ചെറിയ എഴുത്തുണ്ട്, പിന്നെ കുക്ക് ചെയ്യും, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് വളരെ ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് ആയിരുന്നു. അധികം വെയിറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലത്തിന് ശേഷം തുടങ്ങിയതുകൊണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, ബൈ.